എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണപ്രിയ, നിങ്ങളുടെ എല്ലാം കിച്ചു. അപ്പോൾ തമ്മയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഓട്ടടയാണ്. ഗോതമ്പും വാഴയില ഉപയോഗിച്ചുണ്ടാക്കുന്ന ഗോതമ്പ് ഓട്ടട. അപ്പം പല സ്ഥലത്തും പല രീതിയിലാണ് ഓട്ടട ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ഒരു ഭാഗത്തുള്ള ഓട്ടട ഇതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞങ്ങളുടെ ഒരു ഭാഗത്തൊക്കെ ഓട്ടട എന്ന് പറയുന്നത് ഈ ഇലയിൽ വെച്ചുണ്ടാക്കുന്നതാണ്. അത് ഞങ്ങൾ ശർക്കരയിലും ഉണ്ടാക്കും, പഞ്ചസാരയിലും ഉണ്ടാക്കും. അപ്പം ഞങ്ങൾ രണ്ടും എടുത്തിട്ടുണ്ട്. ശർക്കരയ്ക്ക് വരെ ഞാൻ കരിപ്പെട്ടി എടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് എത്ര പേരുണ്ട് അതിനനുസരിച്ച് ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് ഗോതമ്പിലാണ് ഉണ്ടാക്കുക. ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് കരിപ്പെട്ടിയും ഞാൻ എൻ്റെ മോനോട് കൊടുക്കാവില്ല. അപ്പം ഞാൻ കരിപ്പെട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഏലക്കാപ്പൊടിയാണ് കേട്ടോ. ഏലക്കാപ്പൊടി ചേർക്കണം. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയും കുറച്ച് തേങ്ങയും വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ ചെയ്ത് കാണിക്കാം. ഇത് രണ്ടിലും നമ്മൾ ഏലക്കപ്പൊടി ഇടും. പിന്നെ എൻ്റെ ഒരു കൈപ്പൊടി ചേർക്കുന്നു. ഞാൻ ഒരു നുള്ള് നെയ്യ് ചേർക്കാറുണ്ട്. ഒത്തിരി ഇല്ല, ഒരു കുറച്ച് നെയ്യ്. പിന്നെ വാഴയില ഞാനൊരു 2 എടുത്തിട്ടുണ്ട്. ഇച്ചിരി കളറൊക്കെ മാറി, കാരണം നമ്മൾ പ്രവാസികൾക്കിപ്പം നല്ല വാഴയില കിട്ടണമെങ്കിൽ പാടാണ്. കിട്ടിയാൽ തന്നെ 2 ദിവസത്തിൽ അത് ഇങ്ങനെ ആയിപ്പോവും. അപ്പം വാങ്ങിച്ചിട്ടൊരു 2 days ആയി. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഓട്ടട ഉണ്ടാക്കി കഴിച്ചു. ബാക്കിയുള്ള ഇലയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാം. ഒരു 2 തരത്തിലുണ്ടാക്കി കാണിക്കാം. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് പെട്ടെന്നൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് ഒരു ചായക്കൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കണം. നമ്മുടെ ചപ്പാത്തി ഡോ കുഴക്കത്തില്ല, അതിൻ്റെ ഒരു മുമ്പിലത്തെ സ്റ്റേജ് ഇച്ചിരി കുഴഞ്ഞ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്റ്റേജാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. ഒത്തിരി കട്ടിയാൻ പാടില്ല. അതേസമയം ഒരുപാട് ലിക്വിഡ് വെള്ളം കൂടിപ്പോയാലും ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ പാടാം, കുഴഞ്ഞിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ ഞാൻ ഇപ്പോൾ നിങ്ങളൊന്ന് കുഴച്ച് കാണിക്കാം. അപ്പം നമുക്കിത്തിരി ഉപ്പ് ആഡ് ചെയ്യാം. ഒരു ലേശം ഉപ്പ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ എനിക്ക് ശീലമായപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുവാണ്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് നോക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ് കണ്ടോ, ഈ ഒരു ഗ്ലാസ്സിന് ഫുൾ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരുവം ഇതാണ്, കറക്റ്റ് പരുവമായിട്ട് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് കയ്യിൽ തന്നെ കുഴച്ചെങ്കിലേ ശരിയാകത്തുള്ളൂ കേട്ടോ. നമ്മൾ മറ്റേ തവിയോ സ്പൂണോ ഒന്നും വെച്ചാൽ ഈ ഒരു സ്റ്റേജ് കിട്ടുമെന്ന് ഇതിൽ പിന്നെ എന്തായാലും നമ്മൾ കൈ ഉപയോഗിച്ചേ പറ്റൂ. പരത്തുമ്പോൾ കൈ ഉപയോഗിക്കണമല്ലോ. അപ്പോൾ ബാറ്റർ റെഡിയായി കേട്ടോ. അത്രയേ ഉള്ളൂ സംഭവത്തിൻ്റെ ഈ ഒരു ഒട്ടുന്ന സ്റ്റേജ് കണ്ടോ. കണ്ടോ, ഇങ്ങനൊരു സ്റ്റേജാണ്. നമുക്ക് കട്ടയില്ലാണ്ട് നല്ലോണം പ്രസ് ചെയ്ത് എടുക്കണം. ഇത് നമ്മൾ കുഴയ്ക്കും തോറും ഇതിന് ഈ കട്ടി കൂടി വരത്തേ ഉള്ളൂ. നല്ലോണം പൊടി എല്ലായിടത്തും ആകുമ്പോഴത്തേനും നമ്മുടെ മാവ് റെഡി. കണ്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ തേങ്ങയുടെ ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. വളരെ എളുപ്പമാണ്. പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് ഇതല്ലേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി കുറച്ച് വേണമെങ്കിൽ ഇടാം. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനത് 1.5 ടേബിൾ സ്പൂൺ. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇനി നമുക്ക് ഇച്ചിരി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ ഒരു കണക്ക് പറയാൻ പറ്റുന്നില്ല. എന്നാലും ഒരു 1/4 ടീസ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ് നെയ്യ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും കുറച്ച് നെയ്യ് ഞാൻ 2ത്തിൽ ആഡ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം, പക്ഷെ ചേർത്താലുണ്ടല്ലോ നല്ല രുചിയാണ്. ഭയങ്കര ഒരു ടേസ്റ്റാണ്. കുറച്ച് മതി, എൻ്റെ മോന് കുറച്ച് ഇടുന്നുള്ളൂ. എന്നിട്ട് നമ്മളിത് സ്പൂൺ കൊണ്ട് ഇളക്കിയെങ്കിൽ, നെയ്യ് ഉരുക്കിയതാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോൾ ഉരുക്കാത്തതല്ലേ, അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കുന്നില്ല. ഇത് കൈ കൊണ്ട് തന്നെ ഇതങ്ങനെ മിക്സാക്കി കൊടുക്കുവാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടൈം എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്യും കേട്ടോ. ഇത്രയും ടൈമൊന്നും എടുക്കാറില്ല.
കൈയൊന്നും കഴുകുന്നില്ല. ഇത് അങ്ങോട്ട് തന്നെ അടുത്തതിലോട്ടിട്ട് ഞാനിത് ശർക്കരയും നല്ലപോലെ ഞെവിടി വെച്ചിട്ടുണ്ട്. ശർക്കര ഇങ്ങനെ നല്ലോണം കയ്യിൽ അമർത്തി ഞെവിടിയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഇത് ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഒന്നും കുഴപ്പമില്ല. ഇത് നമ്മൾ അടുപ്പിൽ ചുട്ടെടുക്കുമ്പോഴത്തേനും ആ കഷ്ണങ്ങളൊക്കെ നല്ലോണം ഉരുകി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉരുകിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫില്ലിങ് തേങ്ങയും പഞ്ചസാരയും ഉള്ള ഫില്ലിങ്ങും ഇപ്പോൾ കരിപ്പട്ടിയുടെ ഫില്ലിങ്ങും രണ്ടും റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ ഇത് പരത്തി എടുക്കുന്നത് കൊണ്ട് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ പരത്താൻ തുടങ്ങുമ്പോൾ ഇതുപോലൊരു ചെറിയ കപ്പി വെള്ളം വെച്ചേക്കണം. നമ്മൾ കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് വേണം പരത്താൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടുമ്പോൾ ഒന്ന് മുക്കി കൊടുത്താൽ മതി. സായു അപ്പം നമുക്ക് കാണുന്നുണ്ടോ എന്നറിയത്തില്ല. ഒരു മിനിറ്റ്. ഇത്രയും മാവ് ഞാൻ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുവാണ്. ഒരു ചെറിയ ഇല അപ്പോൾ ഒത്തിരി വെച്ചാലേ നമുക്ക് പാടാണ്. ഇത്രയും എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് എല്ലാം അമർത്തി പിടിച്ചിട്ട് ഇത് ഇങ്ങനെ പുറകിൽ എൻ്റെ മോൻ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരുന്ന് എല്ലാം വലിച്ചു വാരി നിലത്തിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് വരുന്ന ക്ഷമിച്ചേക്കണം. കണ്ടോ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ വട്ടത്തിലിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ അപ്പം നമുക്കിങ്ങനെ ഒട്ടുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെള്ളത്തിലോട്ട് ഇച്ചിരി ഒന്ന് വിരലും ഇങ്ങനെ മുക്കിയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഒട്ടാണ്ട് വരും. നമ്മുടെ അടുക്കളയിൽ ഇച്ചിരി ലൈറ്റ് ഡിമ്മായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വെട്ടം ഇച്ചിരി കുറവായിരിക്കും. പിന്നെ ഇച്ചിരി ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടി റെഡിയാക്കണം. അപ്പം ഇത് പരത്തി കഴിഞ്ഞു. ഇനിയും ഞാൻ എങ്ങനെയാണ് ആദ്യം ഞാൻ തേങ്ങയുടെ ഫില്ലിങ് വെച്ച് കാണിക്കാറ്. തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഒരു സൈഡേ മടക്കുള്ളൂ. ഒരു സൈഡിലോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിന് വയ്ക്കാം, കുറച്ചും വയ്ക്കാം. നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് നമുക്ക് എത്ര മധുരം തേങ്ങ വേണം എന്നുള്ളത്. വല്ലപ്പോഴുമൊക്കെ കഴിക്കുമ്പോൾ നല്ലവണ്ണം ഇച്ചിരി വെച്ച് കഴിക്കാം. സായിമോനോ ഷോ അവൻ എന്തൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ അടച്ച് വയ്ക്കാം. വരുന്നു ഇങ്ങനെ. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം ഒരെണ്ണം റെഡിയായി. അപ്പം നമുക്ക് അടുത്തതുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ നമുക്ക് കൊടുക്കാം. രണ്ടും റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശ തവയാണ് എടുത്തിരിക്കുന്നത്. അതിലാകുമ്പോൾ ഒരു സമയത്ത് നമുക്ക് 2-3 ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പം ഞാനൊരു 2 വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ദോശ തവയുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. അല്ലെങ്കിൽ ചീനച്ചട്ടിയാണെങ്കിൽ അതാണേലും കുഴപ്പമില്ല. ഒരു ചട്ടുകോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് മെല്ലെ കൊടുക്കണം. എങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേഗത്തുള്ളൂ. ഇതുപോലെ ഒരു ചട്ടുക വെച്ചൊന്ന് അമർത്തി കൊടുത്താൽ മതി. നല്ലോണം തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. കരിച്ച് കളയല്. പിന്നെ ഇല കരിഞ്ഞ് അടയിൽ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കരിഞ്ഞാൽ നല്ല രുചിയാണ്. എന്നുവെച്ചാൽ ഒരുപാടങ്ങ് കരിയാൻ പാടില്ല. എൻ്റെ അമ്മമ്മ എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് ഓട്ടട ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എനിക്ക് ഓട്ടട കാണുമ്പോൾ എല്ലാം എൻ്റെ അമ്മമ്മയാണ് ഓർമ്മ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മമ്മയുടെ ഓട്ടട. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാതെ ഓട്ടട അതിൻ്റെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡൊന്ന് ചെറുതായിട്ട് വങ്ങി വന്നിട്ടുണ്ട്. മറ്റേ ഭാഗം കൂടെ ഒന്ന് മറിച്ചിടാം. നമ്മൾ സൂക്ഷിക്കണം. ഇത് കൈയൊക്കെ പൊള്ളാതെ വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഓട്ടട എന്ന് പറഞ്ഞപ്പം ഇന്നലെ എൻ്റെ ഭർത്താവ് എനിക്ക് ഈ ഓട്ടടയുടെ പേര് വന്നതിൻ്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് എല്ലാവരുടെക്ക് പറയണം, യൂട്യൂബേഴ്സൊക്കെ അറിയേണ്ട കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതാണ്. അതായത് പണ്ട് നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏതോ ഒരു രാജാവ് ഒരു ബ്രിട്ടീഷുകാരനെ കൊണ്ടുപോയിട്ട് ഒരു ഓട്ടട കൊടുത്തെന്നോ. അപ്പോൾ രാജാവ് വാട്ട് എന്ന് ചോദിച്ചപ്പോൾ അങ്ങേരെ ആടാന്ന് പറഞ്ഞെന്ന്. അപ്പോൾ ഇത് കയ്യിലോട്ട് വാങ്ങിച്ചപ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാരൻ ഹോട്ട് അട എന്ന് പറഞ്ഞെന്ന്. അങ്ങനെയാണ് ഇതിന് ഓട്ടട എന്ന പേര് വന്നതെന്നാണ് എൻ്റെ ഭർത്താവായ സുജിത് മാവേലിക്കര പറയുന്നത്. എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടാൽ മതി, ഞാൻ അങ്ങോട്ട് എത്തിച്ചു കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഓട്ടട കണ്ടോ പൊളിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുണ്ടോ ഇതിൻ്റെ അകം വെന്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് കരിഞ്ഞിട്ടുമില്ല.
ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം, കാരണം അല്ലെങ്കിൽ ഇത് ഒരുപാട് കരിഞ്ഞു പോവും. അപ്പം നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, ഇതൊരു കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഒത്തിരി ഭംഗിയിട്ടുമില്ല. അതേസമയം ഇലയൊന്ന് നല്ലവണ്ണം ഒന്ന് നിറമൊക്കെ മാറിയിട്ടുമുണ്ട്, അതേസമയം കരിഞ്ഞിട്ടില്ല. ഇനി നമുക്കിൻ്റെ ഇലയൊക്കെ പൊളിച്ചൊന്ന് മാറ്റാം. ഉണ്ടോ, പെർഫെക്റ്റാണ്. ഇങ്ങനെയാണ് ഞാനിതിന് മുമ്പ് ഓട്ടട ഉണ്ടാക്കിയ പോലെ ഇത്രയും പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല. ഇതാണ് പെർഫെക്റ്റ് ഓട്ടട. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊളിച്ച് കാണിച്ചതാണ്, പക്ഷേ അതിൻ്റെ വെട്ടം പോരായിരുന്നു. ഇവിടെ ഞാൻ നല്ലൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ശർക്കര മറ്റേ കരിപ്പട്ടി വെച്ചതുകൊണ്ട് പഞ്ചസാര വെച്ചതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ടാറ്റ, ബൈ.